Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയുടെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനപ്പെട്ട 5 കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്, അതിൻ്റെ ഉത്തരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ 5 കറണ്ട് അഫയേഴ്സും ഉത്തരങ്ങളും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും വളരെ വിശദമായിട്ട് പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം നോക്കുക. സ്പോർട്സ് മേഖലയിൽ നിന്നാണ് ഒന്നാമത്തെ ചോദ്യം. 2023 അണ്ടർ 19 2020 വനിതാ വേൾഡ് കപ്പ് നേടിയത് ആരാണ്? 2023 അണ്ടർ 19 2020 വനിതാ വേൾഡ് കപ്പ് നേടിയത് ആരാണ്? ഓർത്തിക്കുക, ഈ 2023 അണ്ടർ 19 വനിതാ വേൾഡ് കപ്പ് നടക്കേണ്ടത് 2021 അത് കൊറോണ കാരണം നമ്മൾ മാറ്റിവെച്ച് 2023 അങ്ങനെ 2023 അണ്ടർ 19 വനിതാ 2020 വേൾഡ് കപ്പ് നടന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് ടൂർണമെൻറ്റ് നടന്നത്. ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റ് പരാജയപ്പെടുത്തി ഇന്ത്യയാണ് കപ്പ് നേടിയത്. മറക്കണ്ട, അണ്ടർ 19 വനിത 2020 വേൾഡ് കപ്പ് 2023 നേടിയത് ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റ് പരാജയപ്പെടുത്തി ഇന്ത്യയാണ് കപ്പ് നേടിയത്. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ടൈം എനി വുമൻ ടീം ഇൻ ഇന്ത്യ ഗെറ്റ് ദി വേൾഡ് കപ്പ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു വനിതാ ടീം, ഈ ക്രിക്കറ്റിൽ ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു വനിതാ ടീം ഈ വേൾഡ് കപ്പ് നേടുന്നതും കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ 2023 അണ്ടർ 19 വേൾഡ് കപ്പ്, വനിതാ വേൾഡ് കപ്പ് 2020 വേൾഡ് കപ്പ് നേടിയത് ഇന്ത്യയാണ്. ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റ് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കപ്പ് നേടിയതെന്ന് ഓർത്ത് വയ്ക്കുക. ടൂർണമെൻറ്റ് നടന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. ടൂർണമെൻറ്റ് നടന്നത് എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലാണ് ഓർത്ത് വയ്ക്കുക. ഇനി ഈ വേൾഡ് കപ്പ്, ഈ ടൂർണമെൻറ്റിൻ്റെ പ്ലെയറായിട്ട് ഏറ്റവും നല്ല പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? ഏറ്റവും നല്ല പ്ലെയറായി തിരഞ്ഞെടുക്കുക ഇംഗ്ലണ്ടിൻ്റെ ഗ്രേസ് സ്ക്രീവൻസിനാണ്. ഇംഗ്ലണ്ടിലെ ഏറ്റവും നല്ലൊരു കളിക്കാരി കൂടിയാണ്, ഇംഗ്ലണ്ടിലെ ഏറ്റവും നല്ലൊരു പ്ലെയർ കൂടിയാണ്, വനിതാ പ്ലെയർ കൂടിയാണ്. ആ ഗ്രേസ് സ്ക്രീവൻസിനെയാണ് പ്ലെയർ ഓഫ് ടൂർണമെൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇംഗ്ലണ്ടിൻ്റെ ആരാണ്? ഗ്രേസ് സ്ക്രീവൻസിനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്, ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ഇന്ത്യക്കാരിയായ ശ്വേത ഷെറാവത്ത്. മറക്കണ്ട, ഏറ്റവും കൂടുതൽ റൺ നേടി 297 റൺ. ടൂർണമെൻറ്റിലെ ഏറ്റവും ഉയർന്ന റൺ എന്ന് പറയുന്നത് 297 റൺസ് നേടി ആരാണ്? ശ്വേത ഷെറാവത്ത്. ഇന്ത്യയുടെ ശ്വേത ഷെറാവത്ത് ആ കപ്പ് നേടിയെടുത്തെന്ന് ഓർത്ത് വയ്ക്കുക. ഏറ്റവും കൂടുതൽ റൺസ് ആരാണ് നേടിയത്? ഇന്ത്യയുടെ ശ്വേത ഷെറാവത്ത്. ഗ്രേസ് സ്ക്രീവൻസ് ആണ് ഏറ്റവും നല്ല പ്ലെയറായി തിരഞ്ഞെടുക്കുന്നത്. ഇനി മോസ്റ്റ് വിക്കറ്റ്, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണ്? മാഗി ക്ലാർക്ക്. ഓസ്ട്രേലിയയുടെ മാഗി ക്ലാർക്കാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതെന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിക്കല്ലോ? അപ്പോൾ ഇതാണ് 2023 2020 അണ്ടർ 19 2020 വുമൻ വേൾഡ് കപ്പിൻ്റെ സ്ഥിതി കണക്കുകൾ. ക്ലിയർ ആയിക്കല്ലോ? അപ്പോൾ 2023 അണ്ടർ 19 വേൾഡ് കപ്പ് വനിത 2020 വേൾഡ് കപ്പ് മറക്കണ്ട, നേടിയത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റ് പരാജയപ്പെടുത്തിയാണ് നേടിയത് ഓർത്തിക്കുക. ടൂർണമെൻറ്റ് നടന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് ഓർത്തിക്കുക. ഇന്ത്യയുടെ ശ്വേത ഷെറാവത്താണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് 297. ഏറ്റവും നല്ല പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലണ്ടിൻ്റെ ഗ്രേസ് സ്ക്രീവൻസിനെയാണെന്ന് ഓർത്ത് വയ്ക്കുക. മോസ്റ്റ് നമ്പർ ഓഫ് വിക്കറ്റ്, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഓസ്ട്രേലിയയുടെ മാഗി ക്ലാർക്കാണെന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി എന്ന റെക്കോർഡ് നേടിയത് ഈ അടുത്ത് ഏത് നദിക്കാണ്? ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് പൊല്യൂട്ടഡ് റിവർ ഇൻ ഇന്ത്യ. കേന്ദ്ര മലിനീകരണ ബോർഡ് കണക്കെടുപ്പ് പ്രകാരം 603 ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 603 നദികളിൽ നടത്തിയ പഠനങ്ങളും അതിൽ നിന്നെടുത്ത വിഭവ സമാഹാരങ്ങളിൽ നിന്നുള്ള പഠനങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് നദിയാണ്? ഓർമ്മിക്കുക, മോസ്റ്റ് പൊല്യൂട്ടഡ് റിവർ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? തമിഴ്നാട്ടിലെ ചെന്നൈ നഗരത്തിലൂടെ ഒഴുകുന്ന കൂവം എന്ന് പറയുന്ന നദിയാണ്. ഏതാണ്? തമിഴ്നാട്ടിലെ ചെന്നൈ നഗരത്തിലൂടെ ഒഴുകുന്ന കൂവം എന്ന നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിനു മുന്നേ ഗംഗാ നദി പലതവണ ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് പൊല്യൂട്ടഡ് റിവറായിട്ട് ഗംഗാ നദി പലവട്ടം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഗംഗാ റിവർ ക്ലീൻ പ്രോജക്റ്റുകളൊക്കെ വന്നതെന്ന് കാര്യം ഓർത്തു വയ്ക്കുക. പക്ഷേ 2022 മൊത്തം കണക്കുകളെല്ലാം കഴിഞ്ഞ് 603 നദികളിൽ നടത്തിയ പഠനം, 603 നദികളിൽ നിന്ന് വിഭവ സമാഹരണം, അതിൽ നിന്നുള്ള പഠനം നമുക്കറിയാലോ. BOD ടെസ്റ്റൊക്കെ അറിയാലോ, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ടെസ്റ്റ് കിട്ടി. അതാണ് നമ്മൾ BOD ടെസ്റ്റ് വന്നത്. BOD ടെസ്റ്റൊക്കെ നടത്തി ഈ 603 നദികളിൽ നിന്നുള്ള പഠനത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് പൊല്യൂട്ടഡ് റിവറായിട്ട് നമ്മൾ തമിഴ്നാട്ടിലെ ചെന്നൈ നഗരത്തിലൂടെ ഒഴുകുന്ന കൂവം നദിയെ തിരഞ്ഞെടുത്തു. രണ്ടാം സ്ഥാനം കിട്ടുന്നത് ഗുജറാത്തിലെ സബർമതി നദിക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും പൊല്യൂട്ടഡായ രണ്ടാമത്തെ നദി എന്ന് പറയുന്നത് ഗുജറാത്തിലെ സബർമതി. നമുക്കറിയാലോ, ഗാന്ധിയുടെ സബർമതി ആശ്രമം. ഓക്കെ, ആ സബർമതി ആശ്രമത്തിനോട് അടുത്ത് ഒഴുകുന്ന സബർമതി നദിയാണ് ഏറ്റവും മലിനമായിട്ടുള്ള രണ്ടാമത്തെ നദിയെ തിരഞ്ഞെടുക്കുന്നത്. മൂന്നാമത്തെ നദി എന്ന് ഉത്തർപ്രദേശിലെ ബഹേല എന്ന് പറയുന്ന നദിയാണ്. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, മോസ്റ്റ് പൊല്യൂട്ടഡ് റിവർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? തമിഴ്നാട്ടിലെ കൂവം നദിയാണെന്ന് ഓർക്കുക. രണ്ടാമത്തെ സബർമതി,
മൂന്നാമത്തത് ഉത്തർപ്രദേശിലെ ബഹേല എന്ന് പറയുന്ന നദി. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഐ ടി മേഖല എന്നുള്ള ചോദ്യമാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പുതിയ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പുതിയ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഓർത്തിക്കുക, റീസെൻ്റ്ലി ഇന്ത്യ IIT മദ്രാസ് റീസെൻ്റ്ലി ആൻഡ്രോയിഡിന് പകരമായി ഇന്ത്യയിൽ ഒരു പുതിയ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പേര് ബറോസ് എന്നാണ്. ബറോസ് BHAROS കിട്ടിയ ബറോസ് എന്ന് പറയുന്ന പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മറക്കണ്ട. ഇതാണ് IIT മദ്രാസ് ആണിത് വികസിപ്പിച്ചെടുത്തുള്ള IIT മദ്രാസ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് ആൻഡ്രോയിഡിന് പകരമായി പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇന്ത്യൻ കമ്പനി തദ്ദേശീയമായി നിർമ്മിച്ചത്. അപ്പോൾ ഓർക്കുക, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പുതിയ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചത് ബറോസ് BHAROS കിട്ടിയ ബറോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് വികസിപ്പിച്ചെടുത്തത് IIT മദ്രാസ് ആണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വായു മലിനീകരണ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നഗരം ഏതാണ്? ഓർത്തിക്കുക, എയർ പൊല്യൂഷൻ നമുക്കറിയാലോ. എയർ പൊല്യൂഷൻ, വായു മലിനീകരണം. ഇന്ത്യയിലെ വായു മലിനീകരണ പട്ടികയിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നഗരം ഏതാണ്? ഒരു സംശയം വേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്. റീസെൻ്റ്ലി അടുത്ത കാലത്ത് നമ്മൾ പത്രത്തിലെല്ലാം വായിച്ചല്ലോ, ഏതായിരുന്നു? ഡൽഹി. മറക്കണ്ട, എയർ പൊല്യൂഷൻ വായു മലിനീകരണ പട്ടികയിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡൽഹിയാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫരീദാബാദാണ്. ഹരിയാനയിലെ ഫരീദാബാദാണ്. മൂന്നാം സ്ഥാനത്ത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദുമാണ്. മറക്കണ്ട, വായു മലിനീകരണ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡൽഹിയാണ്, രണ്ടാം സ്ഥാനത്ത് ഫരീദാബാദാണ്, മൂന്നാമത് ഗാസിയാബാദാണ്. ക്ലിയർ ആയിരിക്കുമല്ലോ. ഇതാണ് നാലാമത്തെ ചോദ്യം. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻസ്. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ്? ലണ്ടൻ ബ്രിഡ്ജ് നമ്മൾ റീസെൻ്റ്ലി കേട്ടതാണ്. ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് ഓർത്ത് വയ്ക്കുക. 2022 സെപ്റ്റംബർ 8. അതിൻ്റെ പ്രത്യേകത പറയാമോ? 2022 സെപ്റ്റംബർ 8 പ്രത്യേകത എന്തായിരുന്നു? 2022 സെപ്റ്റംബർ 8 പ്രത്യേകത ഓർമ്മിക്കുക, എലിസബത്ത് രാജ്ഞി മരിച്ചത്. ഈ എലിസബത്ത് രാജ്ഞിയുടെ മരണാനന്തര ചടങ്ങുകൾ ബ്രിട്ടനിലെ ഔദ്യോഗിക വൃത്തങ്ങളിൽ അവർ അറിയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ആ ഔദ്യോഗിക വൃത്തങ്ങളിൽ അവർ വിശേഷിപ്പിച്ചിരുന്നതാണ് ഇത് ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്ന്. മറക്കണ്ട, 2022 സെപ്റ്റംബർ 8 എലിസബത്ത് രാജ്ഞി മരിച്ചു. അദ്ദേഹത്തിൻ്റെ ആ എലിസബത്ത് രാജ്ഞിയുടെ മരണാനന്തര ചടങ്ങുകൾ ബ്രിട്ടനിലെ ഔദ്യോഗിക വൃത്തങ്ങളിൽ അറിയപ്പെട്ടിരുന്നതാണ് ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്ന്. ക്ലിയർ ആയിക്കോ. ബക്കിംഗ്ഹാം കൊട്ടാരം തന്നെ രാജ്ഞിയുടെ മരണവിവരം, രാജ്ഞിയുടെ മരണവിവരം പ്രധാനമന്ത്രിയായ ലിസ് ട്രസിനെ അറിയിച്ചത് തന്നെ ലണ്ടൻ ബ്രിഡ്ജ് വീണു എന്നായിരുന്നു. ലണ്ടൻ ബ്രിഡ്ജ് ഫോൾ എന്ന രീതിയിൽ തന്നെയാണ് ലിസ് ട്രസിനെ വിളിച്ചറിയിച്ചത്. അപ്പോൾ ഓർത്തുവയ്ക്കുക, ഈ എലിസബത്ത് രാജ്ഞിയുടെ മരണാനന്തര ചടങ്ങുകളാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന്, ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് അറിയപ്പെട്ടത്. 2022 സെപ്റ്റംബർ 8 ആര് മരിച്ചത്? എലിസബത്ത് രാജ്ഞി മരിച്ചത്. ഓർത്തുവയ്ക്കുക, ബ്രിട്ടീഷ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം രാജ്ഞി പദവി വഹിച്ച വനിത കൂടിയാണ് ആര്? ഈ പറഞ്ഞ എലിസബത്ത് II എന്ന് ഓർത്തുവയ്ക്കുക. 1953 മുതൽ ഈ 2022 വരെയുള്ള കാലഘട്ടം എന്ന് വെച്ചാൽ ഏകദേശം 70 വർഷത്തോളം രാജ്ഞിയായി ഭരിച്ച വ്യക്തിയാണ്. അപ്പോൾ ഓർത്തുക, ബ്രിട്ടീഷ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം രാജ്ഞിയായ വനിത എന്ന് പറയുന്നത് എലിസബത്ത് രാജ്ഞിയാണ്. 1953 മുതൽ 2022 വരെ. അതിനുശേഷം പുതിയ രാജാവായി ഭരണാധികാരിയായി വന്നത് ചാൾസ് മൂന്നാമനാണെന്ന കാര്യം കൂടി ഓർക്കുക. ഏറ്റവും പ്രായം കൂടിയ ഭരണാധികാരിയല്ല, ഏറ്റവും പ്രായം കൂടിയ രാജാവ് എന്ന ഖ്യാതിയും ഈ ചാൾസ് മൂന്നാമനാണ്. ക്ലിയർ ആയില്ലോ. അപ്പോൾ ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് മറക്കണ്ട. ക്ലിയർ ആയിക്കല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ 5 പ്രധാനപ്പെട്ട ചോദ്യം, വ്യത്യസ്തമായ മേഖല എന്ന 5 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളാണ് നമ്മൾ വളരെ വിശദമായി നമ്മൾ പഠിച്ചത്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. അതെല്ലാവർക്കും